ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലെ പുതിയൊരു എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടി നടത്തുന്ന മോഡൽ എക്സാമാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും നോക്കുന്ന പോലെ തന്നെ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ പറയുന്നുണ്ട് 29 മാർക്ക്. ഓക്കെ, 29 മാർക്ക് ഒരു കട്ട് ഓഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ വരാൻ വേണ്ടിയാണ് നമ്മളൊരു കട്ട് ഓഫ് വയ്ക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ LDC എക്സാമൊക്കെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങളൊക്കെ പോയി തീരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഒരു സമയം പോലും പാഴാക്കാതെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഐഡിയ കൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മുടെ 2024 PSC കേട്ടിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, മുഴുവൻ പ്രീവിയസ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, മുഴുവൻ മീൻസ് 2024 PSC കേട്ടിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അത് ചെയ്യണോ വേണ്ടതെന്ന്. 2024 PSC കേട്ടിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ന് പറയുന്ന 40 ചോദ്യങ്ങളും നിങ്ങൾ മുഴുവനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നുവെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്കപ്പം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ സമയം കളയേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തവയിൽ ശരിയായവ ഏതൊക്കെയെന്നാണ്. കയ്യൂർ സമരം, കല്ലറ പാങ്ങോട് സമരം, ഒരെണ്ണ സമരം. ഏതൊക്കെയാണ് ശരിയായത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 2 മാത്രമാണ്. കല്ലറ പാങ്ങോട് സമരം 1938 ആണ്. ഓക്കെ, അത് കയ്യൂർ സമരം എന്നാണ്. കയ്യൂർ സമരം 1941 നമ്മുടെ കൈ ഇങ്ങനെ ഒന്നുപോലെയല്ലേ, സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കണേ. ഓക്കെ, കൈ നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ നീട്ടി വയ്ക്കുമ്പോൾ ഒന്നുപോലെയല്ലേ ഇരിക്കണേ. അപ്പോൾ 1941. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അതെ, കല്ലറ പാങ്ങോട്, ഈ ഉണ്ടല്ലോ, അങ്ങ ഒരു 8-ൻ്റെയൊക്കെ മോഡൽ വളഞ്ഞൊക്കെ ഇരിക്കണേ. അപ്പോൾ അങ്ങ് വെച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. 1938. ഒരെണ്ണ സമരം എവിടെയാണ്? ഒരെണ്ണ സമരം എന്നാണ് 1958 ആണ്. ഓക്കെ, 1958 ആലപ്പുഴ ജില്ലയിൽ നടന്നതാണ് ഒരെണ്ണ സമരം. നമ്മുടെ AK ആൻ്റണിയൊക്കെ ഉണ്ടല്ലോ, AK ആൻ്റണിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നതാണ്. KSCU ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തത് ഒരെണ്ണ സമരത്തിന്. ആലപ്പുഴ ജില്ലയിലാണ് 1958 കാലഘട്ടത്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ കേരള ചരിത്രത്തിലുള്ളതാണ്. എല്ലാ വർഷങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എല്ലാ വർഷങ്ങളും നോക്കണമുണ്ട്, ഇപ്പോൾ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ച് സ്പീഡിലാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് റിവിഷനായിട്ട് കണക്കാക്കുക. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഫസ്റ്റ് അഞ്ചുതെങ്ങ് കലാപം എന്നാണ് നടന്നത്. അഞ്ചുതെങ്ങ് കലാപം 1697. ഓക്കെ, 1697 അഞ്ചുതെങ്ങ് കലാപം. ആറ്റിങ്ങൽ കലാപം 1721. ഓക്കെ, ഇത് 1721 ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നാണ്. ഒന്നാം പഴശ്ശി 1793-97 കാലഘട്ടത്തിൽ ഒന്നാം പഴശ്ശി. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. ഓക്കെ, 1800-805 രണ്ടാം പഴശ്ശി വിപ്ലവം. ഇതിൻ്റെ ഇടയ്ക്ക് 1804 എന്താണ്, നായർ പട്ടാള ലഹള നടക്കുന്നുണ്ട്. നായർ പട്ടാള ലഹള 1804. കുണ്ടറ വിളംബരം എന്നാണ് 1809 കുണ്ടറ വിളംബരം. കുറിച്യർ കലാപം, കുറിച്യർ നമ്മൾ നേരത്തെ പറഞ്ഞ 1, 2 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറിച്ചിടണത്. 1812 കുറിച്യർ കലാപം. ഓക്കെ, കുറിച്യർ കലാപം 1812. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നോക്കാം. അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97 കാലഘട്ടത്ത്. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. ഇതിനിടയിൽ നടന്നതാണ് നായർ പട്ടാള ലഹള 1804. കുണ്ടറ വിളംബരം 1809. കുറിച്യർ കലാപം 1812. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കാം. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എപ്പോഴാണ്? 1916 കാലഘട്ടത്താണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. മലബാർ കലാപം എപ്പോഴാണ്? 1921 മലബാർ കലാപം. വാഗമൺ ട്രാജഡി 1921. ഉപ്പു സത്യാഗ്രഹം 1930. ഓക്കെ, 1930 ഉപ്പു സത്യാഗ്രഹം. ഒന്നുകൂടി, മലബാർ ജില്ലാ കോൺഗ്രസ് 1916 മലബാർ കലാപവും വാഗമൺ ട്രാജഡിയും 1921. ഉപ്പു സത്യാഗ്രഹം 1930. മൊറാഴ സമരം എപ്പോഴാണ്? മൊറാഴയും കയ്യൂറും. ഓക്കെ, മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941. ഓക്കെ, കയ്യൂർ സമരം കഴിഞ്ഞ് കീഴരൂർ ബോംബ് കേസ് 1942. 1941 കയ്യൂർ സമരം. കീഴരൂർ ബോംബ് കേസ് 1942. പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ, 1946 പുന്നപ്ര വയലാർ സമരം. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഉപ്പു സത്യാഗ്രഹം 1930.
മൊറാഴ സമരം 1940, കയ്യൂർ സമരം 1941, കീഴരൂർ ബോംബ് കേസ് 1942, പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ, 1946. ഇനി കുറച്ചുകൂടി പഴയ വർഷങ്ങൾ നോക്കാം. ഉദയം പേരൂർ സൂനഹദോസ് നടന്ന വർഷം എന്നാണ്? ഉദയം പേരൂർ 1599 ഉദയം പേരൂർ സൂനഹദോസ്. അതുപോലെ കൂനൻ കുരിശ് സത്യം 1653 കൂനൻ കുരിശ് സത്യം. ഓക്കെ, അപ്പോൾ ഉദയം പേരൂർ സൂനഹദോസ് 1599 കേട്ടിട്ടുള്ളതാണ് PSC. കൂനൻ കുരിശ് സത്യം 1653. ചാന്നാർ ലഹള എന്നാണ്? 1859 ചാന്നാർ ലഹള. മലയാളി മെമ്മോറിയൽ 1891 1891 മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ 1896. ഓക്കെ, 1891 മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ 1896. നായർ ഈഴവ ലഹള എന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നായർ പട്ടാള ലഹള എന്നാണ്? നായർ പട്ടാള ലഹള 1804. ഓക്കെ, അതുപോലെ നായർ ഈഴവ ലഹള എന്നാണ്? 1905, ഒരു 101 വർഷത്തിന് ശേഷം. മറ്റത് നായർ പട്ടാള ലഹള 1804. അതിൻ്റെ കൂടെ ഒരു 101 വർഷം കഴിഞ്ഞപ്പോൾ നായർ ഈഴവ ലഹള 1905. ഇതിൻ്റെ കൂടെ ഒരു 10 വർഷം കൂട്ടപ്പോൾ നമ്മുടെ പുലയ ലഹള. ഓക്കെ, പുലയ ലഹള 1915. പെരിയനാട് ലഹളയും 1915. ഓക്കെ, പുലയ ലഹള 1915, പെരിയനാട് ലഹളയും 1915. പിന്നെ വൈക്കം സത്യാഗ്രഹം 24, ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ഓക്കെ, നമ്മൾ ഈ വീട്ടിൻ്റെ അടുത്തുള്ള ആറിലൊക്കെ കുളിച്ച് നല്ല ശുദ്ധി വരുത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. ശുചീന്ദ്ര സത്യാഗ്രഹം 1926 കുളിച്ചാണ് ശുചി വരുത്തുന്നത്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, വൈദ്യുത പ്രക്ഷോഭം 1936, ക്ഷേത്രപ്രവേശന വിളംബരം 1936. പട്ടിണി ജാഥ 1936. 1936 വൈദ്യുതി പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, പട്ടിണി ജാഥ 36 ഇത്രയും. പിന്നെ കല്ലറ പാങ്ങോട് സമരം 38, കടയ്ക്കൽ പ്രക്ഷോഭം എപ്പോഴാണ്? അതും 38. ഓക്കെ, കല്ലറ പാങ്ങോട് 38, കടയ്ക്കൽ പ്രക്ഷോഭം 1938, ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും 38. ഓക്കെ, 1938 കല്ലറ പാങ്ങോട്, കടയ്ക്കൽ പ്രക്ഷോഭം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. കരിവള്ളൂർ സമരം എപ്പോഴാണ്? 1946 കരിവള്ളൂർ സമരം. പാലിയം സത്യാഗ്രഹം 47. തോൽവിറക് സമരം 1946. 46 തോൽവിറക്, കരിവള്ളൂർ. 47 പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ആദ്യം മുതൽ നോട്ടിച്ച് പറഞ്ഞു പോവാം. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805, നായർ പട്ടാള ലഹള 1804, നായർ ഈഴവ ലഹള എപ്പോഴാണ്? 101 വർഷം കൂട്ടുമ്പോൾ 1905, കുണ്ടറ വിളംബരം 1809, കുറിച്യർ ലഹള 1812, മലബാർ ജില്ലാ കോൺഗ്രസ് 1916, മലബാർ കലാപവും വാഗമൺ ട്രാജഡി 1921, ഉപ്പ് സത്യാഗ്രഹം 1930, 10 കൂട്ടുമ്പോൾ മൊറാഴ സമരം 1940, 41 കയ്യൂർ സമരം, 42 കീഴരൂർ ബോംബ് കേസ്, 1946 പുന്നപ്ര വയലാർ സമരം, 1599 ഉദയം പേരൂർ സൂനഹദോസും, 1653 കൂനൻ കുരിശ് സത്യവും. ഓക്കെ, 1653 കൂനൻ കുരിശ് സത്യം. ചാന്നാർ ലഹള എപ്പോഴാണ്? 1859 ചാന്നാർ ലഹള. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, നായർ ഈഴവ ലഹള 1905, പുലയ ലഹള 1915, പെരിയനാട് ലഹള 15, പൗരസമ്മത പ്രക്ഷോഭം 1919-22 കാലഘട്ടം, വൈക്കം സത്യാഗ്രഹം 24, ശുചീന്ദ്ര സത്യാഗ്രഹം 26 1926 ശുചീന്ദ്ര സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32 നിവർത്തന പ്രക്ഷോഭം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, പട്ടിണി ജാഥ, വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. 1938 കടയ്ക്കൽ പ്രക്ഷോഭം, കല്ലറ പാങ്ങോട് സമരം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. 1946 തോൽവിറക് സമരം, കരിവള്ളൂർ സമരം നടക്കുന്നുണ്ട്. 47 പാലിയം സത്യാഗ്രഹം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. അല്പം ലെങ്തി ആയെന്നറിയാം, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഉത്തരം തന്നെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഓപ്ഷൻ സി ആണ്, 1793-97. മൂന്നാമത്തെ ചോദ്യമാണ്, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതെന്നാണ്?
ഏതാണ്? ശിവശതകമാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശിവശതകം. 4ാമത്തെ ചോദ്യമാണ്, കേരള ചരിത്രത്തിൽ നടന്ന ജാഥകളും അത് നയിച്ച നേതാക്കളിലും തെറ്റായ ജോഡി ഏതെന്നാണ്? യാചനയാത്ര, പട്ടിണിജാഥ, യുദ്ധവിരുദ്ധ ജാഥ, സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഇതിലേതാണ് തെറ്റായ ജോഡി? ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സാമൂഹിക പരിഷ്കരണ ജാഥയാണ് തെറ്റായ ജോഡി. ഇതിൽ യാചനയാത്ര VT ഭട്ടതിരിപ്പാട്. ഓക്കെ, യാചനയാത്ര VT ഭട്ടതിരിപ്പാട്. വർഷം എന്നാണ് യാചനയാത്ര? 1931 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര VT ഭട്ടതിരിപ്പാട് 1931. പട്ടിണിജാഥ AKG. ഓക്കെ, പട്ടിണിജാഥ AKG കണ്ണൂർ ടു ചെന്നൈ. നമ്മൾ പട്ടിണി കിടന്നതിന് നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഓർത്താൽ മതി. കണ്ണൂർ ടു ചെന്നൈ ആണ്, കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണൂർ ടു ചെന്നൈ 1936. അടുത്താണ് യുദ്ധവിരുദ്ധ ജാഥ പൊയ്കേൽ യോഹന്നാൻ്റെയാണ്. അതുപോലെ സാമൂഹ്യ പരിഷ്കരണ ജാഥ ആരുടെയാണ്? അതും VTയുടെ തന്നെയാണ്. ഓക്കെ, സാമൂഹ്യ പരിഷ്കരണ ജാഥയും യാചനയാത്രയും VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. സാമൂഹ്യ പരിഷ്കരണ ജാഥ നടന്ന വർഷം 1968 1968 സാമൂഹിക പരിഷ്കരണ ജാഥ. ഏത് മുതൽ ഏതുവരെയാണ്? കാനങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ്. ഓക്കെ, കാനങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ 1968 കാലഘട്ടത്തിൽ നടന്നതാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ. 5ാമത്തെ ചോദ്യമാണ്, മലബാറിൽ സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആര്യ പള്ളമാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആര്യ പള്ളമാണ്. 6ാമത്തെ ചോദ്യമാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏതു ജില്ലയിലാണ്? കീഴരൂർ ബോംബ് കേസ് നടന്നത് ഏത് ജില്ലയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 1942 കീഴരൂർ ബോംബ് കേസ് നടന്നത്. KB മേനോനാണ് പ്രധാനപ്പെട്ട നേതാവ്. എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കോഴിക്കോടാണ്. 7ാമത്തെ ചോദ്യമാണ്, SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. ഓക്കെ, വിവേകോദയമാണ്. വിവേകോദയം പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് കേട്ടിന് ആരാണ്? അത് കുമാരൻ ആശാനാണ്. ഓക്കെ, കുമാരൻ ആശാനാണ് വിവേകോദയം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. മംഗളോദയം എന്തിൻ്റെ മുഖപത്രമാണ്? മംഗളോദയം എന്താണ്? യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. അതുകൂടി ഓർക്കണം, യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. അതുപോലെ പറഞ്ഞ് നമ്മുടെ വിവേകോദയം പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ കുമാരനാശനാണ്. ആദ്യത്തെ എഡിറ്റർ നേടിയ ആരാണ്? M ഗോവിന്ദനാണ്. MG. ഓക്കെ, M ഗോവിന്ദനാണ് ആദ്യത്തെ എഡിറ്റർ. വർഷം എന്നാണ്? 1904. ഓക്കെ, 1904 ഈഴവരുടെ ഗസറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വിവേകോദയം പത്രം ആരംഭിക്കുന്നത്. 1904 സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ കുമാരനാശാനും എഡിറ്റർ എന്ന് പറഞ്ഞാൽ M ഗോവിന്ദനുമാണ്. 8ാമത്തെ ചോദ്യമാണ്, അയ്യാ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠ സ്വാമികൾ വിശേഷിപ്പിച്ചത് എന്താണ്? അനന്തപുരി നീചൻ എന്നാണ്. ഓക്കെ, തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചനെന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെയാണ് എന്താണ്? വെണ്ണീജൻ്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമി തിരുവിതാംകൂറിൽ ഭരണത്തെ ശ്രദ്ധിക്കണം, തിരുവിതാംകൂറിലെ ഭരണാധികാരിനെ, ഓക്കെ, തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചനെന്നും അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിനെ വെണ്ണീജൻ്റെ ഭരണമെന്നും പക്ഷേ തിരുവിതാംകൂർ ഭരണത്തിനെ കരിനീജ ഭരണമെന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, വെണ്ണീജം കരിനീജം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. ബ്രിട്ടീഷുകാർ വെളുത്തിരിക്കുന്നതുകൊണ്ട് വെണ്ണീജം, നമ്മുടെ തിരുവിതാംകൂറുകാർ ഒരു ഡാർക്ക് നിറമായതുകൊണ്ട് കരിനീജ ഭരണമെന്നും വിശേഷിപ്പിച്ചു. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. 9ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനാണ്. ഓപ്ഷൻ ഡി ആണ്. 10ാമത്തെ ചോദ്യമാണ്, 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജാതി നാശിനി സഭ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആനന്ദതീർത്ഥനാണ്. വർഷം നോക്കണം, 1933. 11ാമത്തെ ചോദ്യമാണ്, മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം ഏതെന്നാണ്? മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓവൽ വിൻഡയാണ്. ഓപ്ഷൻ എ ഓവൽ വിൻഡയാണ്. 52ാമത്തെ നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്, വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ B7 ആണ്. ഓക്കെ, B7 ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. 53ാമത്തെ ചോദ്യം നമ്മുടെ 13ാമത്തെ ചോദ്യം, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട ശരിയായ സവിശേഷതകൾ ഏതൊക്കെയാണ്?
ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുമായി ബന്ധം മനുഷ്യവാസ മേഖലകളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖല, അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. പൂർവ്വഘട്ടം, തെക്ക് കിഴക്കൻ ഹിമാലയം എന്നിവ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിൻ്റെ ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ് സവിശേഷതകൾ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2 മാത്രമാണ്. 14ാമത്തെ ചോദ്യമാണ്, രോഗങ്ങളും രോഗകാരികളും തെറ്റായ ജോഡി കണ്ടെത്താനാണ് ബോട്ടുലിസം, പ്ലേഗ്, സിഫിലിസ്, ആന്ത്രാക്സ്. ഏതാണ് തെറ്റായ ജോഡി? സിഫിലിസിൻ്റെ ആണ്. ഓക്കെ. ബോട്ടുലിസം ഏതാണ്? ക്ലോസ്ട്രിയം ബോട്ടുലിനിയം എന്ന രോഗകാരിയാണ്. അതുപോലെ പ്ലേഗിന് എഴ്സീനിയ പെസ്റ്റിസിസ്, ആന്ത്രാക്സിന് ബാസിലസ് ആന്ത്രാസിസ് ആണ്. 15ാമത്തെ ചോദ്യമാണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾക്കാണ്. ഏതാണ് 15ാമത്തെ ചോദ്യം? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അമൃതം ആരോഗ്യമാണ്. 16ാമത്തെ ചോദ്യമാണ്, ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ്. അതിൻ്റെ പേരെന്തൊന്നാണ്? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി ആണ്. 57, നമ്മുടെ 17ാമത്തെ ചോദ്യം, ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. 18ാമത്തെ ചോദ്യം, വൈറസ് രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ്? വൈറസ് രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ്. ഓക്കെ, 3ഉം ടെറ്റനസും ഗൊണേറിയയുമാണ് ഉൾപ്പെടാത്തത്. ഇൻഫ്ലുവൻസ, ഡെങ്കിപ്പനിയൊക്കെ വൈറസ് രോഗങ്ങളാണ്. 19ാമത്തെ ചോദ്യം, ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. യോജക കലകളാണ്. ഓക്കെ, യോജക കലകളാണ്. നമ്മളെ ബ്ലഡ് വെസലൊക്കെ യോജക കലകൾക്ക് എക്സാമ്പിളാണ്. 20ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ള ജില്ല ഏതെന്നാണ്? ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ള ജില്ല? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയാണ്. 21ാമത്തെ ചോദ്യമാണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചതാര്? 21. ഓപ്ഷൻ സി ആണ്. ഓക്കെ, തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ആൽബർട്ടാണ്. 22ാമത്തെ ചോദ്യമാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം എന്തെന്നാണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ഭ്രമണചലനം, പരിക്രമണം, വർത്തുള ചലനം, വക്രരേഖാ ചലനം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പരിക്രമണ ചലനമാണ്. പക്ഷേ കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം എന്തോന്നാണ്? കറങ്ങുന്ന പമ്പരത്തിൻ്റെ അത് ഭ്രമണമാണ്. ഓക്കെ, കറങ്ങുന്ന പമ്പരമാണെങ്കിൽ ഭ്രമണമാണ്, കൺഫ്യൂഷൻ ആവരുത്. പക്ഷേ ഒരു ഫാനിൻ്റെ ചലനമാണെങ്കിൽ ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഏതെന്ന് കേട്ടാൽ അത് പരിക്രമണ ചലനമാണ്. ഇനി ഒരു ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയസിലെ ഒരു ഇലക്ട്രോണിൻ്റെ ചലനം എങ്ങനെയാണ്? ഓക്കെ, ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചലനം അത് ഭ്രമണം പ്ലസ് പരിക്രമണമാണ്. ഓക്കെ, ഭ്രമണവും പരിക്രമണവും കൂടി ചേർന്നതാണ് എന്താണ് ഒരു ഇലക്ട്രോണിൻ്റെ ചലനം ഭ്രമണം പ്ലസ് പരിക്രമണമാണ്. 23ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. എല്ലാ ദ്രവ്യരൂപങ്ങളുടെയും ചലിപ്പിക്കുന്നത് ഊർജ്ജമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ഊർജ്ജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല. ശരിയായ പ്രസ്താവന ഏതാണ്? 23 ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. എല്ലാ ദ്രവ്യരൂപങ്ങളുടെയും ചലിപ്പിക്കുന്നത് ഊർജ്ജമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ഊർജ്ജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല. 24 ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദൈവഗണം ഓപ്ഷൻ സി ആണ്. ഹിഗ്സ് ബോസോൺ ആണ്. 25 താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ ഗ്രഹം ഏതെന്നാണ്? ചെറിയ ഗ്രഹം ശുക്രൻ, ചൊവ്വ, ഭൂമി, നെപ്റ്റ്യൂൺ. 25 ഓപ്ഷൻ ബി ആണ്. ചൊവ്വയാണ്. ഓക്കെ, തന്നിട്ടുള്ളവയിൽ ഏറ്റവും ചെറുത് ചൊവ്വയാണ്. 26ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ മൂലകങ്ങളോ പ്രതീകങ്ങളിൽ ശരിയായവ ഏതെന്നാണ്? ഏതാണ്? ബോറോൺ, നിയോൺ, സിലിക്കൺ, സൾഫർ. ശരിയായിട്ടുള്ള ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ്. ഓക്കെ, 1, 2, 3
ഇവിടെ എന്താണ് തെറ്റ്? സൾഫറിൻ്റെ സിമ്പിളാണ്. ഓക്കെ, എസ് മാത്രമാണ്. ഓക്കെ, എസ് മാത്രമാണ്. ബാക്കി നമ്പർ 16 തന്നെയാണ്. ബോറോൺ ബി 5 ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5. അതുപോലെ നിയോൺ എന്താണ് റെപ്രസെൻറ്റേഷൻ NEയും അറ്റോമിക് നമ്പർ 10 സിലിക്കൺ SI എന്നും അറ്റോമിക് നമ്പർ 14. സൾഫറിൻ്റെത് എസ് എന്ന് മാത്രമാണ്, വെറും എസ് ആണ്. എസും അറ്റോമിക് നമ്പർ 16. 27ാമത്തെ ചോദ്യം, കാസിറ്ററൈറ്റ് ഏത് മൂലകത്തിൻ്റെ അയിരാണ്? വെളുത്തീയാണ്. ഓക്കെ, കാസിറ്ററൈറ്റ് വെളുത്തീയമാണ്. 28 അസറ്റിക് ആസിഡ് എന്ന പൊതുവായ നാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ്. അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എഥനോയിക് ആസിഡാണ്. ഓപ്ഷൻ ബി ആണ്, എഥനോയിക് ആസിഡാണ്. 29 ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 18. കുത്തനെയുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കുത്തനെയുള്ളതിന് ഗ്രൂപ്പുകളും അല്ലാതെ പോകുന്നത് എന്താണ്? 7 പിരീഡുകളാണുള്ളത്. ഓക്കെ, ആവർത്തന പട്ടികയിൽ പിരീഡുകളുടെ എണ്ണം 7, ഗ്രൂപ്പുകളുടെ എണ്ണം 18. ഓക്കെ, 18. ഇതിൽ 92 പ്രകൃതിദത്ത മൂലകങ്ങളാണുള്ളത്. ടോട്ടലായിട്ട് 118 മൂലകങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള മൂലകങ്ങൾ 118. ഇതിൽ 92 പ്രകൃതിദത്തമായ മൂലകം. 92 അറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ് യുറേനിയം. ഓക്കെ, യുറേനിയമാണ് 92ാമത്തെ മൂലകം. 30ാമത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്ന pH മൂല്യങ്ങളിൽ വീര്യം കൂടിയ ആസിഡിൻ്റെ pH മൂല്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2.5 ആണ്. 31 വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ. കൂളിംഗ് ഫിലിം പരിശോധനയ്ക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്പറേഷൻ സുതാര്യം. 32 കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ശ്രവണാണ്. ഓക്കെ, 33ാമത്തെ ചോദ്യമാണ്, 2023 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ സി ആണ്, ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഓപ്ഷൻ സി ഓസ്ട്രേലിയയാണ്. 34ാമത്തെ ചോദ്യം, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ കോവിഡ് വാക്സിൻ ഏതാണ്? സിമ്പിൾ ചോദ്യമല്ലേ, എല്ലാവർക്കും അറിയാം. കോവാക്സിനാണ്. ഓക്കെ, കോവാക്സിനാണ്. 35 2022 ഏപ്രിലിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? കറണ്ട് അഫയേഴ്സാണ്. ഏതാണ് ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ? ഓപ്ഷൻ തരങ്കിണിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. INS തരങ്കിണിയാണ്. 36 അംഗൻവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്നത് സംസ്ഥാനം. കേരളം തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി കേരളമാണ്. 37 ഔദ്യോഗിക ജീവിയും വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതെന്നാണ്? ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാസർഗോഡ് ജില്ലയ്ക്കാണ്. ഓക്കെ, 38ാമത്തെ ചോദ്യം, നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, രേഖാ ശർമ്മയാണ്. 39ാമത്തെ ചോദ്യമാണ്, ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചതാരാണ്? ആരുടെ നോവലാണ് ഓഗസ്റ്റ് 17? എസ് ഹരീഷിൻ്റെ നോവലാണ്. ഓക്കെ, എസ് ഹരീഷിൻ്റെ നോവലാണ്. 80ാമത്തെ ചോദ്യം, നമ്മുടെ 40ാമത്തെ ചോദ്യമാണ്, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സേതുവിനാണ്. ഓപ്ഷൻ ഡി സേതു ആണ്. 2023 ആർക്കാണ് ലഭിച്ചതെന്ന് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഹോംവർക്കാണ് കേട്ടോ, വീട്ടിൽ പോയി ചെയ്ത് നോക്കണം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്. അപ്പോൾ നമ്മുടെ 40 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.